ക്രൂരവും പൈശാചികമായ ദൃശ്യമാണ് കണ്ടിരിക്കുന്നത്. അതാ തൂച്ചു സഹിക്കാൻ രായൻ വളരെ കഷ്ടപ്പെടുകയാണ്. അത് നമുക്ക് അങ്ങോട്ട് പോകാം. രായണ്ണൻ ഇതാണ് രായണ്ണൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്കളുടെ അവസ്ഥ ഇപ്പൊ എന്താണ് ഒന്ന് പറയാമോ? ഇപ്പൊ അകത്തെ അവസ്ഥ എന്താണ് പറയാമോ? വേണ്ട, അവിടെ സംഭവിച്ചെന്താന്ന് പറ. ശരിക്കും വേണ്ട സംഭവിച്ചിരിക്കുന്നത്. കട്ടമല്ലാതെ വീണോ? വല്ലതും പോകുന്നുണ്ടോ? കമന്ററി പത്രം ഉദ്ദേശിക്കുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാജേഷ് എന്ന വ്യക്തിയാണ് നമ്മൾ അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത്. അതിനല്ല എന്താ സംഭവിച്ചത്? ജഡ്ഡി അയച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഈ വരുന്ന സ്മെല്ല് മുഴുവൻ അവിടെ നിന്നാണെങ്കിലും അവൻ ജഡ്ഡി അയച്ച് കഴിഞ്ഞപ്പോ ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ട്രെയിൻ കൊണ്ടുവന്ന് അടച്ചാല എങ്ങനെ അവന്റെ പ്രതിമ വെച്ചിട്ട് അല്ല, അവര് സ്മെല്ലിനെ പറ്റി നിങ്ങളുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ മൂക്കിനുള്ളിൽ അറിഞ്ഞു കയറുന്നോണ്ട് ഇപ്പൊ അത് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പറ. കേൾക്കുന്നുണ്ടോ? വെള്ളം വന്നാ വെള്ളം വന്നപ്പോ എന്താ പോയത്? കുടിക്കണോ? എന്തിനു കുടിക്കുക? ഈ പ്രശ്നത്തിൽ സ്ഥലത്തെ MLA വന്നിരിക്കുകയാണ്. MLAയുടെ അഭിപ്രായം. ദുഃഖജ്ഞാതി എന്റെ ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. വളരെ കാലമായി എനിക്ക് പരിചയമുള്ള ആളാണ് ആ ഇത് പെട്ടിരിക്കുന്നത്. അത് വല്ലപ്പോഴും മാത്രം കക്കൂസിലൊക്കെ പോകാറുള്ളൂ. ഇത് അപൂർവ കാഴ്ചയാണെന്ന് പറഞ്ഞാണ് എല്ലാവരും കൂടിയത്. പക്ഷെ അതിനിടയ്ക്ക് പാവം പെട്ടുപോയിരിക്കുകയാണ്. അതിലെ എല്ലാ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കുടുംബാംഗങ്ങളെ ഈ ടോപ്പിന്റെ കാറ് മാറ്റി നിന്നപ്പോ കാണാം. വീഡിയോ എടുക്കാൻ ക്യാമറമാൻ എത്തിയിരിക്കുന്നു. വാഴം താമ ഞങ്ങൾ വീഡിയോ പത്രത്തിൽ കൊടുക്കായിരുന്നു. ഈ വെള്ളം ദുരവസ്ഥ എല്ലാവരും അറിയാതെ പറഞ്ഞു. കൊടുക്കാൻ പറ്റിയ ഫോട്ടോ അതെ ഇത് നമുക്ക് ഹോസ്റ്റലിലെ പ്രധാന ആന്റിയുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഇത് ഹോസ്റ്റലിന്റെ ഭാഗത്തുനിന്നുള്ള നീതികേടല്ലേ? നമ്മൾ താഴെ ഓരോ ഗ്ലാസ് വീതം കൊണ്ട് ഒഴിച്ചാൽ കൂടെ കൊടുക്കാൻ പറയും ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ ഇതൊരു വസന്തിന്റെ അഭിപ്രായം എന്താണ്? ഒരഭിപ്രായമില്ല, പറയൂ. വിളിച്ചു കഴിഞ്ഞിട്ട്
കുരിശാലും കാത്തിരിക്കും. അതെ.